നിർജീവമായി പോകുമായിരുന്ന പാറ്റകൾക്ക് ചിറക് വെപ്പിച്ചത് ആരെന്ന ചോദ്യം കഴിഞ്ഞ കുറേ ദിവസമായി ഉയരുന്നുണ്ട്. ഇത് സ്വാഭാവികമായി ഉടലെടുത്ത ഒരു സമരമല്ലെന്നും വളരെ നിഗൂഢമായ ഒരു അന്താരാഷ്ട്ര അജണ്ട ഇതിന് പിന്നിലുണ്ടെന്നും തെളിവുകൾ സഹിതം വിവരങ്ങൾ പുറത്തുവരികയാണ്. ബംഗ്ലാദേശിലും നേപ്പാളിലും കണ്ട അതേ ജൻസി പ്രക്ഷോഭത്തിന്റെ ഒരു മാതൃക പുതിയ ഡൽഹി കലാപത്തിലും കാണുകയാണ്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ സ്വാധീനം ഈ രണ്ട് രാജ്യങ്ങളിലും തെളിയിക്കപ്പെട്ടതാണ്. ഒപ്പം ജിഹാദി ശക്തികളും ഖാലിസ്ഥാൻ വിഘടനവാദി ഗ്രൂപ്പുകളും കളം നിറഞ്ഞതോടെ നീറ്റല്ല ഈ സമരത്തിന്റെ ലക്ഷ്യമെന്ന് തെളിയുകയാണ്. FCRA ഭേദഗതിയിൽ അടിപതറിയവർ കൂടി സമരത്തിന്റെ ഭാഗമാകുന്നതോടെ രാജ്യത്തിനെതിരായ കലാപം തന്നെയല്ലേ ലക്ഷ്യം എന്നുള്ള സംശയം കൂടി ബലപ്പെടുകയാണ്. പിന്നിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്. ഇതാണ് ഇപ്പോൾ റൈറ്റ് സൈഡ് പരിശോധിക്കുന്നത്. എന്നോടൊപ്പം ഗൗതം അനന്തനാരായണൻ, പ്രജിത് മോഹനൻ, ഐസൻ ജോസ് എന്നിവർ കൂടി ചേരുകയാണ്. ആദ്യം ഗൗതം അനന്തനാരായണനിലേക്ക് പോകുകയാണ്. ഗൗതം, വിദ്യാർത്ഥികളാണ് രാജ്യതലസ്ഥാനത്ത് ഈ സമരമൊക്കെ നടത്തുന്നത്. പേപ്പറും പേനയുമായി വന്ന് വളരെ സമാധാനപരമായ ഒരു സമരം നടത്തുന്നു എന്ന പ്രതീതിയാണ് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കം ജനങ്ങൾക്ക് മുൻപാകെ വയ്ക്കുന്ന ഒരു നറേറ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2 ദിവസം എന്താണ് രാജ്യതലസ്ഥാനത്ത് കണ്ടത്? ജന്തർ മന്ദറിൽ ഏതെല്ലാം വിധത്തിലുള്ള അക്രമ പരമ്പരകളാണ് അരങ്ങേറിയത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വടിവാൾ കൊണ്ട് നമ്മുടെ സായുധ സേനയെ ആക്രമിക്കുന്ന തലത്തിൽ വരെ കാര്യങ്ങൾ എത്തിയിട്ടും നമ്മുടെ മാധ്യമങ്ങൾ ഈ ദൃശ്യങ്ങളൊന്നും പുറത്തുവിടുന്നേയില്ല. ഒരുപക്ഷെ ജനം TV പുറത്തുവിട്ടിട്ടുണ്ട്, റിപ്പബ്ലിക് TV പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന മാധ്യമങ്ങൾ മാത്രമാണ് നമ്മുടെ സായുധ സേനാംഗങ്ങൾക്കെതിരായി നടന്ന അതിക്രൂരമായ ആക്രമണത്തിന്റെ ഒരു ചിത്രമൊക്കെ വരച്ചു കാട്ടുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ നടന്നത്? വളരെ വലിയ ഭീകരാന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. രാജ്യവിരുദ്ധ ശക്തികളും അക്രമികളും അഴിഞ്ഞാടാനുള്ള ശ്രമമാണ് അവിടെ നടത്തിയത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ദൃശ്യം റൈറ്റ് സൈഡ് നടക്കുന്ന വേളയിൽ തന്നെ നമ്മൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കുന്നുണ്ട്. നോക്കൂ, ഇങ്ങനെയുള്ള ഒരു സമരത്തെയാണ് കേരളത്തിലെ മലയാളം മാധ്യമങ്ങൾ സമാധാനപരമായി നടത്തുന്ന സമരമെന്ന് വ്യാഖ്യാനിക്കുന്നത്. അതായത് RAF ഉദ്യോഗസ്ഥനെ ഓടിച്ചിട്ട് കൊല്ലാൻ ശ്രമിക്കുകയാണ് ആൾക്കൂട്ടം. നേരത്തെ ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഖാലിസ്ഥാൻ വാദികളുടെ ആയുധ പരിശീലനം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ വാളുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് ഇവന്മാർ നടു റോഡിൽ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ഇങ്ങനെ ഷോ ഓഫ് കാണിക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ CRPF ഉദ്യോഗസ്ഥനെ കൊല്ലാൻ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഒപ്പം ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ വസ്ത്രത്തിൽ മുടിക്കും ഉൾപ്പെടെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ആൾക്കൂട്ടം വിചാരണ ചെയ്യുകയാണ്. അപ്പോൾ നോക്കൂ, ഇങ്ങനെയുള്ള ഒരു ആഭാസത്തെയാണ് കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾ, നമ്മൾ ഒഴിച്ചുള്ള മറ്റു മാധ്യമങ്ങൾ ഡൽഹിയിൽ സമാധാനപരമായി സമരം നടത്തുന്നതെന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇവർക്ക് എന്ത് മാധ്യമധർമ്മമാണുള്ളത് എന്ന് ആദ്യത്തെ ചോദ്യം തന്നെ അവിടെ ഉയരുകയാണ്. കാരണം മാധ്യമപ്രവർത്തകർക്കെതിരെ വ്യാപകമായ അക്രമം ഉണ്ടാവുകയാണ്. ഇന്നലത്തെ റൈറ്റ് സൈഡിൽ ഞാനിത് പറഞ്ഞു. ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് പല ആങ്കർമാരും പാറ്റാ സമരത്തെപ്പറ്റി വലിയ തോതിൽ വാചാലമാകുന്ന ഘട്ടത്തിൽ തന്നെ അവരുടെ ചാനലുകളുടെ റിപ്പോർട്ടർമാർക്ക് നേരെ അവിടെ അക്രമം ഉണ്ടായിരിക്കുകയാണ്. ഈ വസ്തുതയെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ആർക്ക് വേണ്ടിയോ ഉള്ള കുഴലൂത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ തുടരുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ പാറ്റാ സമരത്തെ വെള്ളപൂശാൻ ഈ രാജ്യവിരുദ്ധന്മാരുടെ, ജിഹാദികളുടെയും അന്ധമായിട്ടുള്ള ഇടത് തീവ്രവാദികളും ഒക്കെ സ്പോൺസർ ചെയ്യുന്ന ഈ കലാപശ്രമത്തെ വെള്ളപൂശുവാനുള്ള കേരളത്തിലെ മാധ്യമങ്ങളുടെ ശ്രമമാണ് ആദ്യം അപലപിക്കേണ്ടത്. ഒപ്പം ഈ രീതിയിൽ ഇത് ആദ്യത്തെ സംഭവമല്ല. കാരണം മുൻപ് കർഷക സമരം എന്ന പേരിൽ നടന്ന സമയത്തും ഇതുതന്നെയാണ് സംഭവിച്ചത്. അതായത് ആദ്യം കർഷകരുടെ പേരിൽ എന്ന പേരിൽ സമരം നടത്തുന്നു, അത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വരുന്ന ഘട്ടത്തിൽ എത്രത്തോളം വലിയ ആക്രമണമാണ് നടത്തിയത്. ഒടുവിൽ ഖാലിസ്ഥാന്റെ പതാക എടുത്ത് റെഡ് ഫോർട്ടിന് മുകളിൽ നാട്ടുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. അതിന് തൊട്ടു മുമ്പ്, അത് 2021 നടന്നതെങ്കിൽ 2020 CAA പേരിൽ ജിഹാദികൾ ഇതേ രീതിയിൽ ഒരുപാട് ഹിന്ദു സമൂഹത്തിൽപ്പെടുന്ന ആളുകളെ കൊന്നുതള്ളുന്നു. പിന്നീട് ഹൈന്ദവ സമൂഹം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി രംഗത്തെത്തുന്നു. അങ്ങനെ 2 ദിവസം ഡൽഹിയിൽ വലിയ കലാപം ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ അതൊരു സമാനമായ രീതിയിലുള്ള മറ്റൊരു രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ വലിയ ഗൂഢാലോചനയുടെ, മാസങ്ങളായി അവർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി
നടത്തിയിരിക്കുന്ന ഒരു സംഭവമാണ്. എന്തായാലും ഇത് വെറും ഒരു പ്രതിഷേധമല്ല. ഇപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ കാണിക്കുന്ന ഈ ദൃശ്യങ്ങൾ ഇത് കേരളത്തിലെ മറ്റ് ഒരു ദൃശ്യമാധ്യമവും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കത്തില്ല. നേരത്തെ ഇൻട്രോ പറയുന്ന വേളയിൽ നീലിമ ചേച്ചി ആ കാര്യം പറഞ്ഞിരുന്നു. റിപ്പബ്ലിക് ടിവിയുടെ കാര്യം പറഞ്ഞു. റിപ്പബ്ലിക് ടിവി ഒരു ദേശീയ മാധ്യമമാണ്. ടൈംസ് നൗവും ഇന്ത്യ ടുഡേയും ഒക്കെ പോലെയുള്ള ദേശീയ മാധ്യമങ്ങൾ ഇത് കാണിക്കുന്നുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്? അതായത് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രം, ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്നു എന്ന് പറയപ്പെടുന്ന മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ സമാധാനപരമാണ് ഈ സമരം എന്ന് കാണിച്ചുകൊണ്ട് ഒരാൾ ഒരു ഫ്ലെക്സ് ബോർഡ് ഉയർത്തിപ്പിടിക്കുന്ന ചിത്രം വെച്ചുകൊണ്ടാണ് ഇന്ന് മനോരമ പത്രം അടിച്ചിറക്കിയിരിക്കുന്നത്. അതായത് ഈ സമരം സമാധാനപരമാണ് എന്ന വ്യാഖ്യാനം മലയാളികൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആ രീതിയിലല്ല, അങ്ങേയറ്റം വലിയ തോതിൽ അക്രമകാരികൾ അഴിഞ്ഞാടിയ ഒരു സമരമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ തന്നെ ഇന്നിപ്പോൾ കൂടുതൽ കേന്ദ്രസേനയെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ അക്രമികളെ അഴിഞ്ഞാടാൻ എന്തായാലും കേന്ദ്ര സർക്കാരും ദേശീയ തലത്തിൽ ചിന്തിക്കുന്ന പൊതുസമൂഹവും അംഗീകരിക്കില്ല എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ആദ്യത്തെ സമയം ഒരു ചെറിയ ഒരു ചെറിയ കാര്യം മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പണ്ട് JNUവിൽ കുറേ രാജ്യവിരുദ്ധ ശക്തികൾ ഇതേപോലെ ഇറങ്ങിത്തിരിഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നു. ഈ ഉമ്മർ ഖാലിദിൻ്റെയും കന്നയ്യ കുമാറിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ. അന്ന് ഈ പറയുന്നത് പോലെ ഡൽഹി ജന്തർ മന്ദറിൽ ഇതേപോലെ കുറേ രാജ്യവിരുദ്ധ ശക്തികൾ, വേറെ പണിയും കൂലിയൊന്നും ഇല്ലാതെ നടക്കുന്നവന്മാർ ഇതുപോലെ ആയുധവും പിറക്കി വന്നിട്ട് അതും ഇതുമൊക്കെ കാണിക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് ഭാരതത്തിൻ്റെ പൊതുസമൂഹം ഈ രാജ്യത്തെ ദേശസ്നേഹികളുടെ ഭാഗത്ത് നിന്ന് അതിന് തിരിച്ച് കൗണ്ടർ എന്ന നിലയിൽ ഡൽഹിയിൽ വലിയൊരു പ്രകടനം നടന്നിരുന്നു. ആ പ്രകടനത്തോടു കൂടിയാണ് JNUവിലെ വിപ്ലവകാരികളെല്ലാം കൂട്ടിൽ കയറിയത്. കാരണം JNUവിൽ നിന്നും വിളിച്ചാൽ വരുന്ന പിള്ളേരും പിന്നെ ഈ പറയുന്ന പോലെ രാജ്യവിരുദ്ധ സ്വഭാവമുള്ള കുറേ ആളുകളെ കൂട്ടി ഇവർക്ക് കൂട്ടാൻ പറ്റുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയായിരുന്നു ദേശീയവാദികളുടെ ഒരു പ്രകടനം രാജ്യതലസ്ഥാനത്ത് നടന്നത്. അതിനാൽ ഇതൊക്കെ 1-2 ദിവസത്തിനകം നിർത്തുകയാണെങ്കിൽ പാറ്റകൾക്ക് കൊള്ളാം. അതല്ല, ഈ കലാപരിപാടി തുടരുകയാണെങ്കിൽ ഈ രാജ്യത്ത് ദേശീയ ബോധമുള്ള വലിയൊരു സമൂഹമുണ്ട്. അവർ തെരുവിലേക്ക് ഇറങ്ങും. ഞാൻ പറയുന്നത് സൈനികമായിട്ടോ അതല്ലെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ഇതിനെ പ്രതിരോധിക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അത് സർക്കാരിനറിയാം. അത് പോലീസിനെ ഉപയോഗിച്ചും അർദ്ധസൈനിക വിഭാഗത്തേക്ക് ഉപയോഗിച്ച് ഇത്തരം കലാപകാരികളെ അടിച്ചമർത്തും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവന്മാരുടെ ഈ ഷോ ഓഫ് കാണിച്ചാൽ ഈ രാജ്യത്ത് ത്രിവർണ്ണ പതാകയുമേന്തി ദേശസ്നേഹികളായിട്ടുള്ള ആളുകൾ തെരുവിലേക്ക് ഇറങ്ങും. അത് ഇവനൊന്നും സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരിക്കും. അതുകൊണ്ട് ഇത് ഇവിടെ നിർത്തുന്നതായിരിക്കും ഇവന്മാർക്ക്. അങ്ങനെ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ വളരെ കൃത്യമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്.